കോഴിക്കോട് പാളയത്തെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ജയലക്ഷ്മി സിൽക്സിലുണ്ടായ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനും നഷ്ടം കണക്കാക്കുന്നതിനുമായി ഇന്ന് പരിശോധന നടത്തും. ജില്ലാ ഫയർ ഓഫീസറുടെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും നേതൃത്വത്തിലുള്ള പരിശോധനകളാണ് നടത്തുക. 5 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇന്നലെ രാത്രി അഗ്നിരക്ഷാസേന തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ ഒരു തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഈ ഒരു പരിശോധനയെല്ലാം നടക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് പാളയത്തെ ജയലക്ഷ്മി സിൽക്സിലുണ്ടായ തീപിടുത്തത്തിൽ ഇന്ന് പ്രധാനമായും പരിശോധനകളാണ് നടക്കുന്നത്. ജില്ലാ ഫയർ ഓഫീസർ AM അഷ്റഫ് അലിയുടെ നേതൃത്വത്തിലും ഒപ്പം തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിലുമുള്ള പരിശോധനകളാണ് ഇന്ന് നടക്കുക. അല്പസമയം കഴിഞ്ഞ് ഈ പരിശോധനകൾ തുടങ്ങും. ജയലക്ഷ്മി സിൽക്സിൽ 2023 ഏപ്രിൽ 1 സമാനമായ രീതിയിലുള്ള തീപിടുത്തമുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ വ്യാപ്തിയിലുള്ള തീപിടുത്തമാണ് ഇന്നലെ ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്, 50 കോടിക്കടുത്ത രൂപയുടെ നഷ്ടം വരുമെന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലൊക്കെ ഈ ജീവനക്കാരുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായ ഒരു കണക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം റംസാൻ വിഷു വിപണി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ ജയലക്ഷ്മി സിൽക്സിൽ എത്തിച്ചിരുന്നു. അത്തരം സ്റ്റോക്കുകൾ ഉൾപ്പെടെയാണ് ഇന്നലെ രാത്രി ഉണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ ജയലക്ഷ്മി സിൽക്സ് 4 നിലകളിൽ 10,000-ലധികം ചതുരശ്ര അടിയിലായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിന്റെ 2, 3, 4 നിലകളിലാണ് തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് 4 നിലകളുടെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 5:55 തുടങ്ങിയ തീപിടുത്തം പിന്നീട് അത് രാത്രി 9 മണിയോടുകൂടി ഒരു നിയന്ത്രണ വിധേയമാക്കുകയും പൂർണ്ണമായും തീ അണയ്ക്കുന്ന സമയത്തേക്ക് രാത്രി 11:30 കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു കഠിനമായൊരു പ്രയത്നമാണ് 17 യൂണിറ്റ് അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ നടത്തിയത്. ജില്ലാ ഫയർ ഓഫീസർ AM അഷ്റഫ് അലി നേരിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിയത്. അതിനുശേഷം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള അത്യാധുനിക അഗ്നി രക്ഷാ വാഹനമായിട്ടുള്ള ഓസ്ട്രിയൻ പാന്തർ എത്തിച്ച് അത് വന്നതിന് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. അത്തരത്തിൽ ഈ സിൽക്ക് വസ്ത്രങ്ങൾക്ക് ഉൾപ്പെടെ തീപടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു തീപിടുത്തമാണ് ഇന്നലെ നടന്നത്. കഴിഞ്ഞ 2023 ഏപ്രിൽ 1 ഉണ്ടായതിനേക്കാൾ അതിന്റെ ഒരു ഇരട്ടിയിലധികം വ്യാപ്തിയുള്ള ഒരു തീപിടുത്തമാണ്. അതുകൊണ്ട് അതിന്റെ നഷ്ടം ഉൾപ്പെടെ കണക്കാക്കേണ്ടതുണ്ട്, അതിന്റെ കാരണം കണ്ടെത്തേണ്ടതുണ്ട്. 2023 ഏപ്രിലിലെ തീപിടുത്തത്തിന് കാരണം വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു. എന്നാൽ ഇന്നലത്തേത് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന രീതിയിലുള്ള സംസാരങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നത് കൃത്യമായി അറിയണമെങ്കിൽ വിശദമായ പരിശോധനയും അതിന്റെ റിപ്പോർട്ടും ആവശ്യമാണ്. ഒരുപക്ഷെ ഈ ജയലക്ഷ്മി സിൽക്സിന്റെ ഉടമകളായിട്ടുള്ള കമ്മത്ത് സഹോദരങ്ങൾ, അവർ മലയാളികളല്ല, കമ്മത്ത് സഹോദരങ്ങളാണ്. അവരുൾപ്പെടെ ഇത്തവണ ഇവിടെ സംഭവ സ്ഥലത്ത് എത്തുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ശരി, എന്തായാലും പാളയത്തെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ജയലക്ഷ്മി സിൽക്സിലുണ്ടായ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനും നഷ്ടം കണക്കാക്കുന്നതിനുമായി ഇന്ന് പരിശോധന നടത്തും. ജില്ലാ ഫയർ ഓഫീസറുടെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും നേതൃത്വത്തിലുള്ള പരിശോധനകളാണ് ഇന്ന് നടത്തുക. 5 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇന്നലെ രാത്രി അഗ്നിരക്ഷാസേന തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.